2027 ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം വൈഭവ് സൂര്യവംശി ക്രീസിലേക്ക് നടന്നിരിക്കുന്ന ആ ഒരു കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് തകർപ്പൻ തുടക്കമാകും ഇന്ത്യക്ക് ലഭിക്കുക. എന്നാൽ നിലവിലെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഇങ്ങനെ ഒരു വമ്പൻ പരീക്ഷണത്തിന് തയ്യാറാകുമോ തോന്നുന്നില്ല. പക്ഷേ മുൻ ഇന്ത്യൻ താരം ഫറൂഖ് എഞ്ചിനീയർ വൈഭവ് സൂര്യവംശിയെ രോഹിത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയാക്കണമെന്ന കിടിലൻ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ശുഭ്മാൻ ഗില്ലിനെ 4-ാം നമ്പറിലേക്ക് മാറ്റി ഈ ഇടതു വലത് കൂട്ടുകെട്ട് വേണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പിനുള്ള പടയൊരുക്കത്തിലാണ്. ഇതിന്റെ ഭാഗമായുള്ള പല പരീക്ഷണങ്ങളും ടീം ആരംഭിച്ചു കഴിഞ്ഞു. യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതടക്കം പ്രതീക്ഷ നൽകുന്ന പല മാറ്റങ്ങളും നടന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 2027 ഏകദിന ലോകകപ്പ് കളിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. നിലവിലെ ഏകദിന ടീമിൽ അധികം മാറ്റങ്ങൾക്ക് സാധ്യതയില്ലെന്ന് തന്നെ പറയാം. ഈ സമയത്താണ് ഏകദിന ലോകകപ്പിലേക്ക് രോഹിത് ശർമ്മയ്ക്കൊപ്പം വൈഭവ് സൂര്യവംശിയെ ഓപ്പണറാക്കണമെന്ന നിർദ്ദേശം ഫറൂഖ് എഞ്ചിനീയർ മുന്നോട്ട് വെച്ചത്. വൈഭവ് സൂര്യവംശിയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് ഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഗിൽ ലോകോത്തര താരമാണ്. നിലവിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനാണ് അവൻ. അതുകൊണ്ട് തന്നെ ഗിൽ 4-ാം നമ്പറിൽ കളിക്കണം. അതിവേഗം ബാറ്റ് ചെയ്യുന്നവനല്ല ഗിൽ. അതുകൊണ്ട് തന്നെ ഇടതു വലത് ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഏകദിനത്തിൽ ഇന്ത്യക്ക് വരേണ്ടതുണ്ട്. രോഹിത് ശർമ്മ തുടരുമെങ്കിൽ ഇടങ്കൈയൻ ഓപ്പണിംഗ് പങ്കാളിയെ വൈഭവ് സൂര്യവംശി വേണം. വൈഭവിനെ പോലൊരു ഓപ്പണറാണ് വേണ്ടത്. കാരണം ഫീൽഡിലെ വിടവുകൾ നന്നായി ഉപയോഗപ്പെടുത്താൻ അവന് സാധിക്കും. വിരാട് കോഹ്ലി 3-ാം നമ്പറിൽ കളിക്കുമ്പോൾ ഗിൽ 4-ാം നമ്പറിൽ ബാറ്റ് ചെയ്യണം. ഇതോടെ ഇന്ത്യക്ക് ശക്തമായ ഒരു ബാറ്റിംഗ് നിര ലഭിക്കും. വൈഭവിനെ ഏകദിനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും മികച്ച സമയമാണിത്. തോൽക്കുന്നതിനേക്കാൾ കൂടുതൽ മത്സരം ജയിപ്പിക്കാൻ ശേഷിയുള്ളവനാണ് വൈഭവ്. അവൻ മികച്ചൊരു തുടക്കം നൽകിയാൽ മറ്റു താരങ്ങൾക്ക് ആവശ്യത്തിന് സമയമെടുത്ത് കളിക്കാനും വലിയ സ്കോറിലേക്ക് എത്താനും സാധിക്കും എന്നാണ് ഫറൂഖ് എഞ്ചിനീയർ പറഞ്ഞത്. എന്നാൽ ഇത്തരമൊരു മാറ്റത്തിന് ഇന്ത്യ തയ്യാറാകില്ലെന്ന് ഉറപ്പാണ്. നിലവിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് രോഹിത്തും ഗില്ലുമാണ്. ഇത് പൊളിക്കാൻ ഈ സമയത്ത് യാതൊരു സാധ്യതയുമില്ല. ഗില്ലിനെ 4-ാം നമ്പറിലേക്ക് കൊണ്ടുവന്നാൽ ശ്രേയസ് അയ്യരെ പുറത്തിരുത്തേണ്ടി വരും. അതല്ല, ശ്രേയസ് 5-ാം നമ്പറിലെത്തിയാൽ KL രാഹുൽ 6-ാം നമ്പറിലേക്ക് പോകും. ഹർദിക് പാണ്ഡ്യ 7-ാമനാവും. ഇത്തരമൊരു മാറ്റം വരുത്തുന്നതിന്റെ ഗുണം വൈഭവ് സൂര്യവംശിയിൽ നിന്ന് പ്രതീക്ഷിക്കാനാവില്ല. വെടിക്കെട്ട് ഷോട്ടുകളോടെ തുടങ്ങുമെങ്കിലും 15-കാരൻ ഏകദിനത്തിൽ മാച്ച് വിന്നറാണെന്ന് പറയാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈഭവിനെ ഓപ്പണിംഗിലേക്ക് വിളിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇന്ത്യക്ക് ഇടങ്കൈയൻ ഓപ്പണർ ഏകദിനത്തിൽ വേണമെങ്കിൽ പ്രധാന പരിഗണന SSC ജയ്സ്വാളിനാണ് ലഭിക്കുക. എന്തായാലും അനാവശ്യ പരീക്ഷണങ്ങൾക്ക് മുതിർന്നില്ലെങ്കിലും 2027 ലോകകപ്പിനായി ഏറ്റവും കരുത്തുറ്റ ഒരു സംഘത്തെയാണ് ഇന്ത്യ വാർത്തെടുക്കുന്നത്. വൈഭവ് സൂര്യവംശിയെ പോലുള്ള അത്ഭുത പ്രതിഭയുടെ വരവ് ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല. സീനിയർ താരങ്ങളുടെ അനുഭവ സമ്പത്തും യുവരക്തത്തിന്റെ വീര്യവും ചേരുമ്പോൾ ഇത്തവണ ലോക കിരീടത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ ലക്ഷ്യമിടുന്നില്ല.